എന്തുവാടി ഇത്? ഇതൊന്നും എനിക്കല്ല, ഇതെല്ലാം നമുക്ക് നാട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആമസോൺ പ്രൈമിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് നാട്ടില് വീട്ടിലുള്ള ഫാമിലീസിനും ഫ്രണ്ട്സിനും കൊണ്ടുപോകുന്ന ഗിഫ്റ്റ്. ഇപ്പോ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ ആയതുകൊണ്ട് നല്ല ഡീലിന് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് അൺബോക്സിങ് ചെയ്യാൻ പോവാ. Let's start from this one. Okay. ആദ്യം ഞാൻ കുറെ നല്ല ബ്രാൻഡ്സിന്റെ പെർഫ്യൂംസ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നല്ല ഡീലിന് 30 to 40% ഓഫിന് എനിക്ക് ആമസോൺ പ്രൈമിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഫസ്റ്റ് തന്നെ ബ്രിട്നി സ്പിയേഴ്സിന്റെ നല്ല ഒരു പെർഫ്യൂം ആണ്. നോക്കട്ടെ. ഒരു സൂപ്പർ ബോട്ടിലാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. മണം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല നല്ല ഒരു ഫ്രൂട്ടി സ്മെല്ലാ. നല്ല സ്മെല്ലുണ്ട്. വളരെ നല്ല ഡീലായിരുന്നു. നല്ല സ്മെല്ലുണ്ട്. ഫസ്റ്റ് പെർഫ്യൂം ഇതാ. സെക്കൻഡ് വണ്ണും പെർഫ്യൂം തന്നെ. അതും ഒരു ജെന്നിഫർ ലോപ്പസിന്റെ ലീവ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം. രണ്ടാമത്തത് നല്ല അടിപൊളി ഒരു ബോട്ടിലാണ് കേട്ടോ. എനിക്ക് ഈ ബോട്ടിൽ മറ്റേതിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബോട്ടിലാണ്. ഈ ബോട്ടിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് എത്തിക്കുന്നത് ലീവ് ജെന്നിഫർ ലോപ്പസ്. മറ്റേതിന്റെ പെർഫ്യൂം അടിപൊളി നല്ല സ്മെല്ലാണ്. സത്യം പറഞ്ഞാൽ കുറച്ചേരം അടിച്ചു കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അതിന്റെ സ്മെല്ല് ശരിക്കും നമുക്ക് ഇത്രയും നന്നായിട്ട് മനസ്സിലാവുന്നത് കേട്ടോ. രണ്ടാമത്തെ പെർഫ്യൂം ഇത് അടിപൊളി മണമാണ് കേട്ടോ. അതായത് ഇങ്ങനെ നല്ല സ്ട്രോങ് സ്മെൽസ് ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. അതായത് ഈ ട്രാവലിങ്ങിന്റെ സമയത്താണെങ്കിലും ചിലർക്കൊന്നും ചില സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര എന്താ പറയാ, നല്ല ഫങ്ഷൻസ് അല്ലെങ്കിൽ ട്രാവലിങ്ങിന്റെ സമയത്ത് നമുക്ക് നല്ല കംഫർട്ടബിൾ തോന്നുന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പെർഫ്യൂം ആണ് കേട്ടോ. എന്തായാലും ഇത് നല്ല അത്യാവശ്യം നല്ലൊരു ഡീലിന് എനിക്ക് കിട്ടിയതായിരുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഹേഴ്സ് ഫിറ്റിംഗ്. വായിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ നല്ല ഒരു പെർഫ്യൂം ആണെന്ന് തോന്നുന്നു. മൂന്നാമത്തെ പെർഫ്യൂം ഇതാണ്. ഇത് തേർഡ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ആണിത്. നോക്കാം. ഇത് കറക്റ്റ് പേഴ്സ് സ്ട്രിങ് എന്ന് പറയുന്ന പോലെ കറക്റ്റ് ഒരു ഹാൻഡ് ബാഗിന്റെ ഷേപ്പിലാണ് കേട്ടോ ഇതുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു പെർഫ്യൂം ആണ്. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ നല്ല ഭംഗിയുണ്ട്. സ്മെല്ല് എങ്ങനെ നോക്കട്ടെ. ഓൾറെഡി മറ്റേ 2 പെർഫ്യൂമിന്റെ സ്മെല്ല് ഇവിടെ നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇതിന്റെ കറക്റ്റ് ആയിട്ട് നോക്കട്ടെ. ഇതിന്റെ സ്മെല്ല് കറക്റ്റ് പറയാനാണെങ്കിൽ നമ്മുടെ നല്ല കുട്ടിക്കൂറ പൗഡറില്ലേ, ആ കുട്ടിക്കൂറ പൗഡറിന്റെ ആ ഒരു സ്മെല്ല് നല്ലൊരു ബേബി പൗഡറിന്റെയും കുട്ടിക്കൂറയുടെയും കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നല്ല സ്മെല്ലാണ് ഇതിന്റെ. ഇതൊന്നും ഞാനിപ്പോ ട്രൈ ചെയ്ത 3 പെർഫ്യൂം ആണെങ്കിലും
മൂന്നിന്റെയും സ്മെൽ അത്ര സ്ട്രോങ് അല്ല, പക്ഷെ വളരെ വളരെ നല്ല സ്മെല്ലാണ്. അതായത് ഈ മൂന്നും വിമൻസ് പെർഫ്യൂം ആണ് കേട്ടോ. അപ്പം നല്ല സ്മെല്ല്. കറക്റ്റ് പറയണമെങ്കിൽ ഈ കുട്ടിക്കുറ പൗഡറിന്റെ ഒക്കെ സ്മെല്ല് ശരിക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല സ്മെല്ലായിട്ടുണ്ട്. ഉള്ള അടിപൊളി മണം. ഇതെന്തായാലും നല്ലൊരു ഡീലാണ് കേട്ടോ മേടിക്കാനായിട്ട്. പിന്നെ ഞാൻ നാലാമത് മേടിച്ചെന്ന് വെച്ചാൽ സീക്കയുടെ ഒബ്സഷൻ പെർഫ്യൂം ആണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള നല്ല പ്രൈസും കൂടെ ഉള്ള ഒരു പെർഫ്യൂം ആണിത്. വൺ ഓഫ് ദ പെർഫ്യൂംസ് ആണ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു 45% ഓഫിനാണ് ഞാനിത് മേടിച്ചത്. അത്രയും നല്ല ഓഫർ കണ്ടുകൊണ്ട് ഞാൻ മേടിച്ചതേ ഉള്ളൂ. അപ്പം അത്യാവശ്യം നല്ല റേറ്റിംഗും എല്ലാം നോക്കിയപ്പോൾ നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു പെർഫ്യൂമിന്. ഇതിന്റെ ബോട്ടിലും ഓ മൈ ഗാഡ്, ഇതിന്റെ ബോട്ടിലും വളരെ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു ബോട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല എത്ര ml ആണ് ഇത്? 100 ml ആണ് കേട്ടോ. 100 ml ഒബ്സഷൻ സീക്കയുടെ. നല്ല സ്മെല്ലാട്ടോ. കറക്റ്റ് ഇതെല്ലാം അത്യാവശ്യം ഒരുമാതിരി ഫ്രൂട്ടി സ്മെൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താ പറയാ, കറക്റ്റ് നല്ലൊരു പ്ലസന്റ് സ്മെൽ എന്ന് പറയത്തില്ലേ, അത്ര സ്ട്രോങ് അല്ല. എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്മെല്ലായിട്ട്, അതും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ആണ് ഒബ്സഷൻ. സിക്കയുടെ തന്നെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ പെർഫ്യൂമിന്റെ സ്മെൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ ഔട്ട് ഓഫ് 4 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പോ ജെനിഫർ ലോപ്പസിന്റെ ആണ്. ഈ 4 മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജെനിഫർ ലോപ്പസിന്റെ ആണ്. പക്ഷെ കാണാൻ എനിക്ക് ഏറ്റവും ഭംഗി തോന്നിയത് നമ്മളുടെ ഈ പേഴ്സ് ആണ് കേട്ടോ. പേഴ്സ് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. സോ ഈ ബോക്സിൽ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബോൺ ലവ്ലി എന്ന് പറയുന്ന ഈ പെർഫ്യൂം ആണ്. ലാസ്റ്റ് വൺ ഈ ബോൺ ലവ്ലിയുടെ പെർഫ്യൂം ആണ്. ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു സ്മോൾ ബോട്ടിലാണ് വന്നിരിക്കുന്നത്. ചെറിയ റിബൺ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ബോൺ ലവ്ലി ക്രിയേറ്റഡ് ബൈ സാറ ജെസിക്ക പാർക്കർ. ഇത് അത്യാവശ്യം നല്ല എന്താ പെർഫ്യൂമിന്റെ നല്ല സെയിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ എടുത്തതാണിത്. ഇതിന് കറക്റ്റ് ആണെങ്കിൽ ആദ്യത്തെ ഒരു സ്മെല്ലല്ല, പിന്നെ നമ്മൾ രണ്ടാമത്തെ സ്മെല്ല് ചെയ്യുമ്പോ ഇരിക്കുന്നതോറും എന്താ പറയാ, ഈ ഡിഫറെന്റ് സ്മെൽ എന്ന് പറയത്തില്ല, നമ്മൾ അടിച്ചു കഴിഞ്ഞ ഒരു ആദ്യത്തെ ഒരു ടൈപ്പ് സ്മെല്ലല്ല, പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ സ്മെൽ ചെയ്യുമ്പോൾ വേറൊരു സ്മെല്ല്, ചെറിയൊരു ആൽക്കഹോളിന്റെ സ്മെല്ലൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതും ഏകദേശം ഒരു ഫ്ലോറൽ സ്മെൽ എന്നൊക്കെ പറയാലോ, കറക്റ്റ് പറയണമെങ്കിൽ ഒരു ഫ്ലോറൽ സ്മെല്ലാണിതും. വളരെ നല്ല മണമുള്ള നല്ലൊരു പെർഫ്യൂമാണ്. അപ്പൊ ഞാനിപ്പോ മേടിച്ചതില് എനിക്ക് 5 പെർഫ്യൂംസ് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് സാധാരണ ഇങ്ങനെ സ്ട്രോങ് സ്മെൽസ്, അങ്ങനെ എന്താ പറയാ, ഈ ചോക്ലേറ്റ് അങ്ങനെയുള്ള സ്മെൽസിനോടൊന്നും അത്ര താല്പര്യമില്ല. പെർഫ്യൂംസ് ഒക്കെ എടുത്താൽ എനിക്ക് മാക്സിമം എന്താ പറയാ നല്ല പ്ലസന്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് സ്ട്രോങ് സ്മെൽസ് ഒക്കെ ആയിരിക്കും എനിക്ക് ചെറിയ തലവേദന എടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും നല്ല പ്ലസന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പെർഫ്യൂംസും പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതുമാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതും വളരെ നല്ല പെർഫ്യൂമാണ്. ഇപ്പം ഈ എടുത്ത 5 പെർഫ്യൂംസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. ഇതിലാകെ 2 പെർഫ്യൂമേ ഉള്ളൂ. അത്യാവശ്യം നല്ല പാക്കേജിങ് ആണ് കേട്ടോ. ഒരു കാര്യം ഞാനിപ്പോ ഈ നോക്കിയതിൽ 2 എണ്ണത്തിൽ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട വെച്ച് ഇവരുടെ പാക്കേജിങ് രണ്ടും അത്യാവശ്യം നല്ല രീതിയിലാണ് രണ്ടും വന്നിരിക്കുന്നത്.
ഇത് ഞാൻ എടുത്തിരിക്കുന്ന ലാനറ്റ് പാൻഡോറയുടെ ആണ്. അല്ലെങ്കിൽ ഞാൻ ലാനറ്റിന്റെ വലിയൊരു ഫാനാണ്, കാരണം എനിക്ക് അവരുടെ പെർഫ്യൂംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സ്മെല്ലാണ്. അപ്പൊ ഞാൻ കരുതി ഇപ്രാവശ്യം ഫ്രണ്ട്സിന്റെ ഫാമിലിക്ക് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു അവസരത്തിൽ ഇതെങ്കിലും ഒന്ന് സ്മെൽ ചെയ്യാലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്തതാണിത്. എങ്ങനെയുണ്ട്? ഇത് കറക്റ്റ് ആയിട്ടാണ് വന്നെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് പൊട്ടിയത്. അടിപൊളി ബോട്ടിലാണ്. ഇതും പറയാതിരിക്കാൻ വയ്യ. ലാനറ്റിന്റെ നമുക്ക് സ്മെല്ലും നോക്കാം. ഇത്ര എമ്മല്ലോ? ഇത് 100 ml തന്നെ, 100 ml ബോട്ടിലാണ്. ഇതെനിക്ക് തോന്നുന്നു മറ്റ് പെർഫ്യൂംസിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി പ്രൈസ് കൂടുതലാണ്. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഇപ്പൊ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്കിപ്പോ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതും കൂടെ ഉണ്ട്. അടിപൊളി സ്മെൽ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ്. ലാനറ്റിന്റെ ഞാൻ എന്തായാലും സാധാരണ എനിക്ക് അതർ പ്രൊഡക്ട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് വെച്ച് നോക്കിയപ്പോ അത്യാവശ്യം ഞാൻ നല്ല ഹോപ്പോട് കൂടി തന്നെയാണ് ഇതും മേടിച്ചത്. എന്തായാലും അത് തെറ്റിയിട്ടില്ല. നല്ല അടിപൊളി സ്മെല്ലുള്ള അടിപൊളി ഒരു പെർഫ്യൂമാണിത്. ഇനി ഞാൻ എടുത്തേക്കുന്നത് പാൻഡോറ സെൻസ് റോസ് ഡെനറ്റ്. പാൻഡോറ സെൻസ് എന്ന് പറയുന്നത് റോസ് ഡെനറ്റ്സ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. പക്ഷെ അത്യാവശ്യം നല്ല ഓഫറും പിന്നെ എനിക്ക് തോന്നുന്നു ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. എന്തായാലും നോക്കാം. റേറ്റിംഗ് അത് ഇത്രയും നോക്കിയിട്ടാണ് ഞാൻ മിക്ക പെർഫ്യൂംസും ചൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഓഫറും നല്ല റേറ്റിംഗ്, പിന്നെ ബോട്ടിൽ അത്യാവശ്യം കാണാം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ബോട്ടിലെ ഭംഗിയും കൂടെ നോക്കുമല്ലോ, അതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതും പാൻഡോറ സെൻസിന്റെ തന്നെയാണ് കേട്ടോ. ഞാൻ പക്ഷെ ഇതുവരെയായിട്ടും ഈ ലാനറ്റിന്റെ ലാൻകോം ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇതും ഏകദേശം അതേ സെയിം പ്രീവിയസ് അതിന്റെ സെയിം പാക്കേജിങ് തന്നെയാണ് ഓൾമോസ്റ്റ് വന്നിരിക്കുന്നത്. ചെറിയൊരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും കൂടി എനിക്ക് തോന്നുന്നു അത് ഏകദേശം ഒരേ ഇതാണ്, പക്ഷെ എന്ന് വെച്ചാൽ ഡിഫറെന്റ് സ്മെൽസ് ആണെന്ന് തോന്നുന്നു. ഇത് റോസ് ഫ്ലേവർ ആണ്. റോസ് ഇന്റെ ഫ്ലേവറിന്റെ സ്മെല്ലാണ് ഇതിന്. എന്തായാലും ഇതിന്റെ ഇത് നോക്കട്ടെ. അത്യാവശ്യം എനിക്ക് തോന്നുന്നൊരു ഫ്ലവറി ഫ്ലോറൽ ആ ഒരു ടൈപ്പ് സ്മെല്ലാവാനാണ് ചാൻസ്. മറ്റേതിനേക്കാളും ഇത്തിരി കൂടി സ്ട്രോങ് സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയതാണ്. നല്ല മണമുണ്ട്, ഇത് നല്ല മണമുണ്ട്. പക്ഷെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും സ്ട്രോങ് സ്മെൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ കമ്പയർ ടു ഞാൻ മറ്റേത് എന്തായാലും ചൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ കൊള്ളാം. നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൂട്ടാം. നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഇതിന്റെ പാക്കേജിങ് ആണെങ്കിലും ഇതിന്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണ്. കൊള്ളാം. പിന്നെ ഇതും ഞാൻ ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഇതിലൊരൊറ്റ പെർഫ്യൂമാണ് വന്നിരിക്കുന്നത്. ഇത് മെൻസ് പെർഫ്യൂമാണ്. ഇത് മെനിന്റെ പെർഫ്യൂമാണ് കേട്ടോ. ഇത് മെൻ പെർഫ്യൂമാണിത്. ഞാൻ മെൻ പെർഫ്യൂം അധികം മേടിച്ചിട്ടില്ല, മിക്കതും മെൻ പെർഫ്യൂമാണ്. ഇത് ഞാൻ അതിൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അത്യാവശ്യം ബോട്ടിലിന്റെ ഷേപ്പ് ഒരു അറബിക് ടൈപ്പ് ഹാബിറ്റ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഹാബിറ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കണ്ടിട്ട് ബോട്ടിലിന്റെ ഒക്കെ ഒരു ഭംഗിയുണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ബോട്ടില്. ഞാൻ മെയിൻ ആയിട്ട് എന്റെ ബ്രദറിന് വേണ്ടി മേടിച്ചതാണ്. എന്തായാലും ഇതെങ്ങനെയുണ്ടോ നോക്കാം.
Ooh. Oh my god. No, not for you, it's for my brother. അപ്പൊ എന്റെ പാർട്ണർക്ക് ബോട്ടിൽ കണ്ടപ്പോ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഉടനെ തന്നെ എനിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നിനക്കല്ല, ഇത് ഞാൻ എന്റെ ബ്രദറിന് വേണ്ടി മേടിച്ചതാണ്. നല്ല സ്മെല്ലാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മേടിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. കണ്ടപ്പോ അത്യാവശ്യം നല്ല റിവ്യൂസും അത്യാവശ്യം നല്ല ഇതും കണ്ടപ്പോ ഞാൻ കരുതി എന്നാ പിന്നെ നിർത്തുന്ന ട്രൈ ചെയ്ത് നോക്കാന്ന് കരുതി ഞാൻ ഒരൊറ്റ ബോട്ടിൽ ഇത് മേടിച്ചിട്ടുള്ളൂ. അപ്പൊ എന്റെ സ്മെല്ല് കണ്ടു കൈ കാണിച്ചേ. എന്റെ ദേഹത്തുള്ള സ്മെല്ലിൽ അടിച്ചെനിക്കൊന്നും മനസ്സിലാവില്ല. It's kind of intense, but it's cool. Show me. Oh my god, it's nice. It's really cool. Yeah. Oh my. അത് അടി. Oh my god, ഇപ്പോഴല്ലേ എന്റെ മണം ശരിക്കും വരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ മണം ഇത്തിരി കൂടെ നന്നായിട്ട് വരാൻ തുടങ്ങിയല്ലോ. ഓ, ഇതിന്റെ മണം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ പെർഫ്യൂമിന്റെ മണം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറ. ഇറ്റ്സ് ഗുഡ്. അതിന്റെ മണം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ അത്യാവശ്യം നല്ല നല്ല മണമാണ്. ഞാൻ എന്തായാലും ഇതിൽ കണ്ടിട്ട് എനിക്കൊരു അറബിക് പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയത്. കണ്ടിട്ട് അതിനകത്ത് അറബിക്കിലൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും സ്മെല്ല് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഹാബിക് എന്നാണ് ഈ പെർഫ്യൂമിന്റെ പേര്. പക്ഷെ അടിപൊളി മണം കേട്ടോ, ഇഷ്ടപ്പെട്ടു. ഞാൻ മിക്കവാറും ഇതിന്റെ ഒരെണ്ണോ 1-2 കൂടെ മേടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് കൊള്ളാം. ഞാൻ ഒന്നിന്റെയും ബോർഡ് ഇത് കളയുന്നില്ല, കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണ്ടല്ലോ. അപ്പൊ തിരിച്ച് ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ. പിന്നെ എന്റെ ലാസ്റ്റ് ആമസോൺ ഓർഡർ ഞാൻ ആമസോണിൽ തന്നെ മേടിച്ചു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് നമുക്ക് നോക്കാം. ഇത് നമുക്ക് തുറക്കാം. ഇത് ഞാൻ ആമസോണിൽ തന്നെ മേടിച്ചാണ്. ഇതെല്ലാം ബ്ലാക്ക് ഫ്രൈഡേ ഡീലിന് ഞാൻ എടുത്തതാണ്. അത്യാവശ്യം എനിക്ക് എല്ലാം കൂടി എനിക്ക് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കിട്ടിയത്. ഞാൻ സാധാരണ ഇപ്പൊ അല്ലാതെ കമ്പയർ ഞാൻ വേറൊരു ദിവസം ഇതെല്ലാം കാർട്ടിലിട്ട് വെച്ചിട്ട് ഞാൻ വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ ബ്ലാക്ക് ഫ്രൈഡേ ആയപ്പോൾ അത്യാവശ്യം നല്ല ഓഫ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇതെല്ലാവരും നാട്ടിൽ കൊണ്ടുപോകുന്ന സാധനം കേട്ടോ. നമ്മുടെ നാട്ടിൽ പോകുന്ന പറയുമ്പോൾ എല്ലായിടത്തും കിട്ടുന്ന സാധനമാണിത്. ബോഡി വാഷ് എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എല്ലാം കൂടി ഒരു 799 899 എനിക്ക് 899 പൗണ്ട്സിന് കിട്ടിയതാണ്. അപ്പൊ ഞാൻ നോക്കിയ അത്യാവശ്യം നല്ല ഇതാണ്, നല്ല റേറ്റ് കുറവുണ്ടെന്ന് തോന്നിയത് കൊണ്ട് ഈ ഒരു 6 ബോട്ടിൽ കൂടി എനിക്ക് 899 കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചാണ് കേട്ടോ. ഇത് ആമസോണിൽ തന്നെയാണ്. ഇത് ഇതിന്റെ ട്രോപ്പിക്കൽ കോക്കനട്ട് ഷിയ ബട്ടറിന്റെ ആണിത്. ഒറിജിനൽ സോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ബോഡി വാഷ് ആണ് കേട്ടോ. സോ നമുക്ക് ബാക്കി സെക്കൻഡ് പാർട്ടിൽ കാണാം.